ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പോ നമ്മുടെ പേപ്പർ 4-ലെ സോഷ്യോളജിയും സൈക്കോളജിയാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അതായത് 5 മാർക്കിനും എസ്ഐക്കും ഇവിടെ നിന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. മെന്റൽ ഹെൽത്ത് നിന്നും ചോദിക്കാം, എന്നാലും ഇമ്പോർട്ടൻസ് ഇതിൽ കൊടുക്കാം. അപ്പോ സൈക്കോളജി നമുക്ക് നോക്കേണ്ടത് ഇത്രയാണ് കോർ ഏരിയാസ്. ഇത്രയുമല്ല, വേറെയും എന്റെ സൈക്കോളജി അത് കുറെ ഉണ്ട്. പക്ഷെ കോർ ഏരിയസ് ഇവിടെയാണ് 5 മാർക്കിനും എസ് ഐ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. ഇത് നോക്കാതെ നിങ്ങൾ പോവരുത്. അപ്പൊ നമുക്ക് സൈക്കോളജി, അപ്പൊ ഈ ഒരു ഡെഫിനേഷൻ ഉണ്ടല്ലോ, നമ്മൾ 5 മാർക്കാണെങ്കിലും എസ് എഴുതുവാണെങ്കിലും ഈ ഒരു ചെറിയ ഡെഫിനേഷൻ എഴുതി നിൽക്കണം കേട്ടോ. അതായത് ജസ്റ്റ് ഒരു ചെറുതാണല്ലോ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ മൈൻഡ്. അപ്പൊ എളുപ്പമുള്ളതാണല്ലോ. അപ്പൊ ഒരു എസ് ആണെങ്കിലും 5 മാർക്ക് ആണെങ്കിലും ആദ്യം ഒന്ന് എഴുതുക നിങ്ങൾ കേട്ടോ. Then it is concerned the individual, his personality and behavior. അത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഡെഫിനേഷൻ ആയതുകൊണ്ട് ഓർത്തിരിക്കുക. അപ്പൊ 2 മാർക്കിന് ഏതൊക്കെ ചോദിക്കാം? റിഗ്രഷൻ. അപ്പൊ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ടല്ലോ, കുറച്ചൊരു ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, കമ്പൻസേഷൻ. അതെ, അതേപോലെ ഈ ഡിഫൻസ് മെക്കാനിസങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതായത് നിങ്ങൾ അതിന്റെ മലയാളം അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇത് എസ് എ ചോദിക്കാം, റിഗ്രഷൻ എസ് എ ചോദിക്കാം. അപ്പൊ എസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അത് അറിഞ്ഞിരുന്നാല് അത് ഇംഗ്ലീഷിലോട്ട് എഴുതാൻ പറ്റും. അതിന്റെ കൂടെ നമുക്ക് എക്സാമ്പിൾസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്നതാണല്ലോ ഈ ഡിഫൻസ് മെക്കാനിസം. എക്സാമ്പിൾസ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം മിക്ക ഡിഫൻസ് മെക്കാനിസംസും. ഇവിടെ നിൽക്കുന്ന ഏതാണ്? റിഗ്രഷൻ. എന്താ റിഗ്രഷൻ? അതെ, ചൈൽഡ്ഹുഡ് പ്രാക്ടീസിലോട്ട് അയാൾ പോകും. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയണേ, അദ്ദേഹം കരയും, ചെറിയ ചെറിയ കാര്യങ്ങളിൽ കരഞ്ഞു പോകും. അതൊക്കെ ചൈൽഡ്ഹുഡ് പ്രാക്ടീസ് ആണല്ലോ. അഡൽട്ട് ആയാണ് കരയുന്നത്. അപ്പൊ അത് ചൈൽഡ്ഹുഡ് പ്രാക്ടീസിലോട്ട് പോകുന്നു. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ 2 മാർക്കും ചോദിക്കുമ്പോൾ ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് എഴുതാം. ദെൻ അടുത്ത റിഗ്രഷൻ എന്താണെന്ന് എഴുതുക, അതിന്റെ എക്സാമ്പിൾ കൊടുക്കുക. അത്രയും മതി, 2 മാർക്ക്. ദെൻ ഇന്റലിജൻസ്, കോർ ഇമ്പോർട്ടന്റ് ഇതിന് കൊടുക്കണം കേട്ടോ. ഇന്റലിജൻസ്, ലേണിംഗ്, മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി. ഇതെന്ന് 2 മാർക്കിനും 5 മാർക്കിനും എസ് എക്കും ചോദിക്കും. അപ്പൊ ഇന്റലിജൻസ് എന്താണ്? ഇന്റലിജൻസ് എബിലിറ്റി ടു സീ മീനിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തിങ്സ് ആണ് ഇന്റലിജൻസ്. 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ എഴുതുക. അതിലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പെർസീവിങ്, നോയിങ്, റീസണിങ്, അതൊക്കെ ഇല്ലേ, അതുകൂടെ എഴുതുക. അത് ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്യാം. 2 മാർക്കിന് അത്രയൊക്കെ മതി. ജസ്റ്റ് വേണമെങ്കിൽ ഇന്റലിജൻസ് കോഷ്യന്റ് എന്താണെന്നും കൂടി ഇന്റലിജൻസ് ചോദിക്കുമ്പോൾ എഴുതാം. പിന്നെ ഇന്റലിജൻസ് കോഷ്യന്റ് ആയിട്ട് തന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇന്റലിജൻസ് എന്താണെന്ന് എഴുതുക. ദെൻ ഇന്റലിജൻസ് കോഷ്യന്റ് ഒരു ഫോർമുല ഇല്ലേ, IQ is equal to mental age by chronological age into 100. ആ ഒരു ഫോർമുല എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ IQ എത്രയാണ് അതൊക്കെ എഴുതാം. ഇപ്പൊ 2 മാർക്കിന് അത്രയും എഴുതിയാൽ മതി. അത്രയും തന്നെ ഒരു 4, 5, 6 ലൈൻ ആയി കഴിഞ്ഞു. ദെൻ ഇമോഷൻസ്. ഇമോഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഹോൾ ബോഡിയുടെ ഫീലിങ്സ് ആണ് ഇമോഷൻസ്. അപ്പൊ കോമൺ ആയിട്ടുള്ള ഇമോഷൻസ് ഏതൊക്കെയാന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതിനെപ്പറ്റി ഒരു 2 വാക്ക് എഴുതാം. അതായത് കോമൺ ആയിട്ട് കാണുന്ന ഏതാണ്? ഫിയർ. ഡിസ്ട്രക്റ്റീവ് ആണ് ആങ്കർ. ഓക്കെ, അങ്ങനെയൊക്കെ എഴുതാം. ദെൻ ലേണിംഗും ഞാൻ പറഞ്ഞ പോലെ 5 മാർക്കിനും എസ് എ ഒക്കെ ചോദിക്കുന്നതാണ് ലേണിംഗിന്. ഇവിടെ 2 മാർക്കും ചോദിക്കുകയാണെങ്കിൽ ലേണിംഗ് എന്താ എഴുതുക? ജസ്റ്റ് അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എഴുതുക. അല്ലെങ്കിൽ മറ്റേ നമ്മുടെ കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ ഡൊമൈൻ ഒക്കെ ഇല്ലേ, അതൊക്കെ എഴുതാം. ദെൻ ആറ്റിറ്റ്യൂഡ് എന്താ? 2 മാർക്കും ചോദിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണ് ആറ്റിറ്റ്യൂഡ്. ആക്ടിവിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആണ് ആറ്റിറ്റ്യൂഡ്. ഇവിടെയും ആറ്റിറ്റ്യൂഡിന് 3 കമ്പോണന്റ് ഉണ്ട്. അഫക്റ്റീവ്, കോഗ്നിറ്റീവ്, ടെൻഡൻസി ടു ആക്ട്. അതൊക്കെ 2 മാർക്കിന് എഴുതാം. ദെൻ മോട്ടിവേഷൻ ഏത് തരം ഉണ്ട്? ഇൻട്രിൻസിക്കും ഉണ്ട്, എക്സ്ട്രിൻസിക്കും ഉണ്ട് അല്ലെ. അപ്പൊ 2 മാർക്കിനാണെങ്കിലും എസ് എ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും ഒക്കെ എഴുതി കുറച്ചൊന്ന് 5 മാർക്കാണെങ്കിൽ അത്രയ്ക്ക് ഇലാബറേറ്റ് ചെയ്യാം. 2 മാർക്കാണെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. പിന്നെ മോട്ടിവേഷൻ എന്താന്ന് എഴുതുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാലോ 2 മാർക്കിനെ ചോദിച്ചാൽ. അപ്പൊ ഇത്രയും ടോപ്പിക്സ് 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളോട് നോക്കിയിരിക്കാം. ദെൻ 5 മാർക്കിന് ചോദിക്കുന്നതാണ് എറേഴ്സ് ഓഫ് പെർസെപ്ഷൻ, ഹാബിറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 2 മാർക്കാണെങ്കിൽ ചോദിക്കാതെ. ദെൻ പേഴ്സണാലിറ്റി ആൻഡ് ഡെവലപ്മെന്റ്, ഞാൻ പറഞ്ഞു പേഴ്സണാലിറ്റി ഇമ്പോർട്ടന്റ് ആണ്, ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. ദെൻ ബിഹേവിയർ, മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്. അപ്പൊ എറേഴ്സ് ഓഫ് പെർസെപ്ഷൻ 5 മാർക്കിന് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതും? ആദ്യം പെർസെപ്ഷൻ എന്താണെന്ന് എഴുതാം. പെർസെപ്ഷനിൽ വരുന്ന ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, സെലക്ടിങ്, ഓർഗനൈസിങ്, അതൊക്കെ എഴുതാം. ദെൻ എറേഴ്സ് ആയിട്ട് എഴുതാം. എറേഴ്സ് എന്ന് ഹെഡിങ് കൊടുത്ത് ഇംപെർസെപ്ഷനെ പറ്റി കുറച്ച് എഴുതാം, കുറച്ച് ഡെഫിനിഷൻ കൊടുക്കുക. ദെൻ അതിന്റെ എക്സാമ്പിൾ കൊടുക്കുക. ഇല്യൂഷൻ എഴുതുക, എക്സാമ്പിൾ കൊടുക്കുക. എക്സാമ്പിൾ എന്താ? ഇല്യൂഷന്റെ എക്സാമ്പിൾ
നമ്മളൊരു റോപ്പിനെ എന്തായിട്ട് കണക്കാക്കുന്നു? ഒരു സ്നേക്ക് ആയിട്ട് കണക്കാക്കുന്നു. അതൊരു ഇല്യൂഷൻ ആണ്. ഹാലൂസിനേഷൻ, ഗ്രോസ് ഇറർ ഓഫ് പെർസെപ്ഷൻ ആണ് ഹാലൂസിനേഷൻ, ഇല്ലേ? അപ്പൊ അതൊക്കെ എഴുതാം. എറേഴ്സ് ഓഫ്. പിന്നെ വേറൊരു എറർ കൂടെ ഉണ്ട്, ഡെലൂഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡെലൂഷൻ? ഫോൾസ് ബിലീഫ് ആണ് ഡെലൂഷൻ. കേട്ടോ, അതും കൂടി എഴുതാം. അപ്പം 5 മാർക്ക് ചോദിക്കണമെങ്കിൽ പെർസെപ്ഷൻ എന്താണെന്ന് എഴുതാം. കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്താ കേട്ടോ, ഓരോ ഓരോ ഫാക്ടേഴ്സും. ദെൻ എറേഴ്സ് എന്താണെന്ന് എഴുതാം, ഹെഡിങ് കൊടുത്ത് ഡെഫിനിഷൻ കൊടുത്ത് എക്സാമ്പിൾ കൊടുത്ത് എഴുതാം. ഓക്കെ, ഇത്രയും എറേഴ്സ് ഓഫ് പെർസെപ്ഷൻ 5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. ദെൻ ഹാബിറ്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിലോ, ഹാബിറ്റ്, അതെ, ഹാബിറ്റ് എന്താണ്? അക്കസ്റ്റംഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. അത് വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. ഹാബിറ്റ്സ്, അക്കസ്റ്റംഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ്, അത് എങ്ങനെ ഉണ്ടാവുന്നു? ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അത് റെപ്പറ്റേറ്റീവ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. അത് ഓട്ടോമാറ്റിക് ആണ്, അല്ലെ? അതൊക്കെ നമുക്ക് എഴുതാം. ജനറേഷൻസ് വഴി അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഫോർമേഷൻ വേണ്ടി എന്താണ്? നല്ലൊരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് വേണം, അല്ലെ? അത് ജസ്റ്റ് പെട്ടെന്ന് രാവിലെ അങ്ങ് ഉണ്ടാവുന്നതല്ല ഹാബിറ്റ്. അത് വീണ്ടും നമ്മൾ ചെയ്ത് റെപ്പറ്റേറ്റീവ് ആയി ചെയ്ത് വരണം. ഓക്കെ, അതൊക്കെ നമുക്ക് എഴുതാൻ അറിയാമല്ലോ, അല്ലെ? ദെൻ പേഴ്സണാലിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 മാർക്കിന് ചോദിക്കും, എസ്ഐയും ചോദിക്കും. എസ്ഐയിൽ അവിടെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാമെന്നും കൂടെ പറഞ്ഞുതരാം. ദെൻ നമ്മുടെ മാസ്റ്ററുടെ ഹൈറാർക്കി ഓഫ് നീഡ്, ഇത് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. ദെൻ ആ പിരമിഡ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. ആ പിരമിഡ് വരച്ച് ജസ്റ്റ് ആ പേര് മെൻഷൻ ചെയ്താൽ മതി. പിരമിഡിന്റെ അകത്ത് ഫിസിയോളജിക്കൽ, ദെൻ സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്നെസ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ആ പിരമിഡ് വരയ്ക്കുക. ആ പിരമിഡ് വരച്ചിട്ട് ദെൻ അതിനെ ജസ്റ്റ് ഒന്ന് ഓരോന്നും ഹെഡിങ് കൊടുത്ത്, ഫിസിയോളജിക്കൽ ഹെഡിങ് കൊടുത്ത് ഡെഫിനിഷൻ ചെറുത് എഴുതി, ദെൻ എക്സാമ്പിൾ. ഫിസിയോളജിക്കൽ എന്തൊക്കെയാണ്? നമ്മുടെ എയർ, ഫുഡ്, അതൊക്കെ. അപ്പോ ഈ ഒരു ആദ്യം തന്നെ പിരമിഡ് കാണുമ്പോൾ തന്നെ അവിടെ ഒരു 2 മാർക്ക് വീഴും നിങ്ങൾക്ക്. പിന്നെ ആ ഒരു ഡെഫിനിഷൻ കൂടെ ആകുമ്പോൾ ബാക്കി 3 മാർക്ക് കൂടെ ഈസി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ബിഹേവിയർ 5 മാർക്ക് ചോദിക്കുകയാണെങ്കിലോ ആ ഡെഫിനിഷൻ കൊടുക്കുക, ബിഹേവിയറിന്റെ ഡെഫിനിഷൻ. ദെൻ KAP മോഡൽ, അല്ലെ? KAP നമ്മുടെ സൈക്കോളജിയിൽ മിക്കയിടത്തും ഈ KAP അല്ലെങ്കിൽ കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടർ ഡൊമൈൻ എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബിഹേവിയറിലും ലേണിംഗിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത് എഴുതുക. KAP മോഡൽ എന്താണെന്ന് എഴുതുക. അതിൽ ഓരോന്നും ജസ്റ്റ് ഒരു ലൈൻ എഴുതുക. ദെൻ ഡൈനാമിക്സ് ഓഫ് ബിഹേവിയർ ഉണ്ടല്ലോ, ബയോളജിക്കൽ ഉണ്ട്, സോഷ്യോ കൾച്ചറൽ ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്. അതിൽ തന്നെ ബയോളജിയിൽ തന്നെ വീണ്ടും നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഡൈനാമിക്സ് എഴുതുക. ദെൻ കോസസ്, ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന കോസസ് എന്തൊക്കെയാണ്? ഇമോഷൻസ്, നമ്മുടെ നീഡ് അനുസരിച്ച് ബിഹേവിയർ മാറുന്നു, ബിലീഫ്സ്, കേട്ടോ. അപ്പൊ അതൊക്കെ എന്താണെന്ന് അതിനെ ഡിഫൈൻ ചെയ്ത് എഴുതാം. 5 മാർക്ക് ഇത്ര എഴുതുമ്പോൾ തന്നെ ഒരു 1.5 2 പേജൊക്കെ ആവും. 2 പേജൊക്കെ മാക്സിമം മതി കേട്ടോ 5 മാർക്കിന്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അപ്പൊ ഈ ഏരിയാസ് 5 മാർക്ക് ചോദിക്കുന്ന ഏരിയാസ് ഒന്നുകൂടി നോക്കിയേക്കാം. നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഡിഫൻസ് മെക്കാനിസം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡിഫൻസ് മെക്കാനിസം. അപ്പൊ എന്താ ഡിഫൻസ് മെക്കാനിസം എന്ന് എഴുതണം. എന്താ ഡിഫൻസ് മെക്കാനിസം? ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇൻഡിവിജ്വലിന് ഹെൽത്ത് അല്ലെങ്കിൽ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹം ഉപയോഗിക്കുന്നതാണ് ഡിഫൻസ് മെക്കാനിസംസ്. അപ്പൊ എസ്സേ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു 8 ഡിഫൻസ് മെക്കാനിസം എങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. മിനിമം ഒരു 8 എണ്ണെങ്കിലും അറിഞ്ഞിരിക്കണം. ടൈപ്സ് ചോദിച്ച് എഴുതുമ്പോഴേ ഏതൊക്കെയുണ്ട്? വിഡ്രോവൽ, റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, അല്ലെ? കമ്പൻസേഷൻ, എസ്കേപ്പ് മെക്കാനിസം, ഡിസ്പ്ലേസ്മെന്റ്, റിഗ്രഷൻ, റിപ്രഷൻ, അങ്ങനെ ഒരു 8 എണ്ണെങ്കിലും മിനിമം എഴുതണം കേട്ടോ എസ്സേ ചോദിക്കുകയാണെങ്കിൽ. 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിലും ഒരു 6 എണ്ണമൊക്കെ എഴുതാൻ നിങ്ങൾ ശ്രമിക്കാം. ദെൻ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി അഫക്ട് ചെയ്യുന്നു അതൊക്കെ ഒന്ന് നിങ്ങളുടെ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണല്ലോ, അതൊക്കെ എഴുതാം. സബ്ലിമേഷൻ, അതൊക്കെ ഡിഫൻസ് മെക്കാനിസത്തിൽ ടൈപ്പാണ് കേട്ടോ. അപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കയ്യിൽ എഴുതാനുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് കയ്യിലിട്ട് തന്നെ എഴുതാം. ദെൻ പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. പേഴ്സണാലിറ്റി ഞാൻ പറഞ്ഞേ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണാലിറ്റി അതിന്റെ സ്റ്റേജസ് ചോദിക്കാം, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസും ചോദിക്കാം. അപ്പൊ പേഴ്സണാലിറ്റി എസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ കൊടുക്കുക. എല്ലാത്തിനും നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷൻ കൊടുക്കുക. ദെൻ കമ്പോണൻസ് ഓഫ് പേഴ്സണാലിറ്റിയിലെ ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലിജൻസ്, ബിഹേവിയർ, ഇതൊക്കെ എന്താണെന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒരു 2 ലൈൻ അതിനെ പറ്റി എഴുതാം. ഇത് ഫിസിക്കൽ ആണെങ്കിൽ പേഴ്സണാലിറ്റി എങ്ങനെ ബാധിക്കുന്നു അത് എഴുതാം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി, അതൊരു 5 6 പോയിന്റ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയെ പറ്റി എഴുതാം. ദെൻ എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ് കേട്ടോ എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്. ഇത് വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. ഈ എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് പോലെ തന്നെയാണ് ഉള്ളത് എന്താണ്
ഒപ്പീനിയനും ബിലീഫും അല്ലെ. ഒപ്പീനിയൻ എന്താണ്? ടെമ്പററി ആണ്. ബിലീഫ് എന്താണ്? പെർമനന്റ് ആണ്. അപ്പൊ അതും 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് കേട്ടോ. ദെൻ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് കൊണ്ടുവന്നതാണ് കോൾജൻ കേട്ടോ. അപ്പൊ വേറൊരു അതുകൂടെ ഉണ്ട്, ആംബിവെർട്ട്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങൾക്ക്. ദെൻ അടുത്തതായിട്ട് എഴുതാം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇൻഫൻസിൽ എങ്ങനെയാണ് അല്ലെ, ഇൻഫൻസിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഉണ്ടാകുന്നത്. ദെൻ അഡോളസെന്റ്, റോൾ വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ. ദെൻ അഡൽട്ട്ഹുഡ് കേട്ടോ. പേഴ്സണലി ഓരോ ഘട്ടത്തിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. അതാണ് അടുത്തതായിട്ട് നിങ്ങൾ എഴുതുന്നത്. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി. ഹെറിഡിറ്റി തന്നെ വേറെ ഉണ്ടല്ലോ, എൻഡോക്രൈൻ അല്ലെങ്കിൽ CNS എങ്ങനെ ബാധിക്കുന്നു. ദെൻ എൻവിറോൺമെന്റ്, കൾച്ചറൽ, എക്കണോമിക്, അതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ആണ്. അപ്പൊ അതിനെപ്പറ്റി ഹെഡിങ് കൊടുത്തിട്ട് അതിനെപ്പറ്റി കുറച്ച് 2-3 ലൈൻ എഴുതും. ദെൻ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ഏറ്റവും കോർ ഏരിയ ഉണ്ട് പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. അത് നിങ്ങൾക്ക് 5 മാർക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഈ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ ഇത് കൊണ്ടുവന്ന ആരാണ്? സിഗ്മണ്ട് ഫ്രൂഡ് ആണ് ഇത് കൊണ്ടുവന്നത് കേട്ടോ. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ പേഴ്സണാലിറ്റി എസ് ചോദിക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ എഴുതാൻ നിൽക്കുക. ഡെഫിനിഷൻ, കമ്പോണൻസ്, ഫീച്ചേഴ്സ്, എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് 2-3 മാർക്ക് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ ഈ ഒരു സ്ട്രക്ചർ. ദെൻ നമ്മുടെ ലേണിംഗ് ഞാൻ പറഞ്ഞില്ലേ 5 മാർക്ക് എസ് ഉറപ്പാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് ഉണ്ട്. ദെൻ ടൈപ്സ് ഓഫ് ലേണിംഗ് ഇല്ലേ, ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഇന്റലിജൻസ് ലേണിംഗ് എഫക്ട് ചെയ്യുന്നു. ഏജ് ഇല്ലേ, 25 വയസ്സ് വരെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. 30 വയസ്സിന് ശേഷം നല്ലൊരു ഡിക്ലൈൻ ഉണ്ടാവുന്നത് അല്ലെ. അതൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ലേണിംഗ് ഡെഫിനിഷൻ കൊടുക്കാം, ദെൻ ഫാക്ടേഴ്സ് കൊടുക്കാം, ദെൻ ടൈപ്സ് ഓഫ് ലേണിംഗ് അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ലേണിംഗ് ബൈ ഡൂയിങ്, ട്രയൽ ആൻഡ് എറർ, ഒബ്സർവേഷൻ വഴിയുള്ള ലേണിംഗ്. ഓക്കെ, അതിന്റെയൊക്കെ ആൾക്കാരെയും അത് കൊണ്ടുവന്ന സയന്റിസ്റ്റിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ ഇത് കൊണ്ടുവന്ന ആളെ എഴുതിയിട്ട് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞു വെച്ചാല് ഈ നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പം എല്ലാ ടീച്ചേഴ്സും അങ്ങനെ ഇരിക്കും മിക്കവാറും. കുറെ പേപ്പർ നോക്കാനില്ലേ, അപ്പം പാരഗ്രാഫ് വഴി ഇങ്ങനെ നോക്കി അവരെല്ലാം നോക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് നോക്കാൻ സാധ്യതയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയ്ക്ക് എസ് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. വീണ്ടും എസ് ചോദിക്കാൻ വേറെ കുറെ ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങള് സൈക്കോളജി ഒന്നും വിടാനില്ല, എവിടെ നിന്നാണ് ചോദിക്കാം. പക്ഷെ എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് ഒന്ന് ചോദിച്ചാലും മറ്റൊന്നല്ല ഉള്ളത് കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ അത്ര പേടിക്കാതെ എസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധനമൊക്കെ എടുത്ത് നിങ്ങൾക്ക് പ്രയോഗിക്കാം കേട്ടോ. എന്തായാലും എഴുതുമ്പോൾ നിങ്ങൾ ഹെഡിങ് വൈസ് എഴുതാൻ ശ്രമിക്കുക. ഒരു ടോപ്പിക്ക് തരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണാലിറ്റി ചോദിക്കുന്ന ഡെഫിനിഷൻ, കമ്പോണൻസ്, അതെല്ലാം ഹെഡിങ് കൊടുത്ത് തന്നെ എഴുതുക. കാരണം എന്താ വെച്ചാല് ഒരു പാരഗ്രാഫ് എഴുതാൻ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിലും ടീച്ചേഴ്സ് അങ്ങനെ വായിക്കാൻ പോവില്ല. അപ്പൊ ഹെഡിങ് കൊടുത്ത് എഴുതുമ്പോഴത്തേക്കും ഹെഡിങ് ആയിരിക്കും ടീച്ചേഴ്സ് വായിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാം പഠിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ ഓരോന്നിൽ വരുന്ന ഹെഡിങ്സുകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഹെഡിങ്സ് എഴുതി അണ്ടർലൈൻ ചെയ്യുക. അതിന്റെ അകത്തുള്ള സാധനം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി എഴുതി വെച്ചാലും മതി. ആ ടീച്ചർ അങ്ങനെ ശ്രദ്ധിക്കാൻ പോവില്ല. ആ ഹെഡിങ് ആയിരിക്കും ടീച്ചേഴ്സ് നോക്കി മാർക്ക് തരുന്നത്. ആ കുട്ടിക്ക് എന്തൊക്കെയൊക്കെ അറിയാം എന്ന് ടീച്ചേഴ്സിന് ഒരു തോന്നലുണ്ടാവും കേട്ടോ. അപ്പൊ എപ്പോഴും നിങ്ങൾ ഹെഡിങ് വൈസ് എസ് ആണെങ്കിലും 5 മാർക്ക് ആണെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് PDF ഇടുന്നതായിരിക്കും. 1 മാർക്കിലാണ് മെയിൻ ആയിട്ടും സോഷ്യോളജി, സൈക്കോളജി നന്നായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും 1 മാർക്കിന്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹയസ്റ്റ് ഫോം ഓഫ് തിങ്കിങ് ഏതാ? ക്രിയേറ്റീവ് തിങ്കിങ്. ഹയസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് പ്രോബ്ലം സോൾവിങ് അല്ലെ. പിന്നെ നമ്മുടെ സയന്റിസ്റ്റിന്റെ പേരുകൾ അറിഞ്ഞിരിക്കുക അല്ലെ. സൈക്കോളജിയുടെ ഫാദർ ആരാ? ഫാദർ ഓഫ് സൈക്കോളജി വില്യം വുണ്ട് ആണ് ഫാദർ ഓഫ് സൈക്കോളജി. ദെൻ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ അതൊക്കെ കൊണ്ടുവന്ന ആരാ? അത് നമ്മുടെ സിഗ്മണ്ട് ഫ്രൂഡ്. ദെൻ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് കൊണ്ടുവന്നത് കോൾജ്. അങ്ങനെ കുറച്ച് സയന്റിസ്റ്റിന്റെ പേര് അറിഞ്ഞിരിക്കുക. ദെൻ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് വയസ്സിലാണ്? അതെ, ബേസിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഏജ് ഓഫ് 6 years. അതേസമയം മെന്റൽ ട്രേറ്റ്സ് ആണെങ്കിലോ മെന്റൽ ഡെവലപ്മെന്റ് ഫുള്ളി അച്ചീവ് ചെയ്യുന്നത് ബൈ ദി ഏജ് ഓഫ് 8 ആണ് കേട്ടോ. ദെൻ നോർമൽ IQ വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. 90 to 100 ആണ് നോർമൽ IQ ചോദിക്കാം. ദെൻ വേറൊരു സാധനമാണ് അറ്റൻഷൻ അല്ലെ. ക്ലോസർ ഒബ്സർവേഷൻ. വാട്ട് യു മീൻ ബൈ ക്ലോസർ ഒബ്സർവേഷൻ? എന്താണത്? അറ്റൻഷൻ ആണ് ആൻസർ. അങ്ങനെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്
ചോദിക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ ഡിഫൻസ് മെക്കാനിസം 1 മാർക്കും ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇത്രയാണ് സൈക്കോളജിയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് നോക്കേണ്ടത്. നിങ്ങൾ എല്ലാം പഠിച്ചെന്ന് അറിയാം. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തതാണ്. ഏതേലും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ സ്ട്രക്ചർഡ് വൈസ് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം എസ് ആണ് ആദ്യം എഴുതണം, അല്ലെങ്കിൽ സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് ആദ്യം എഴുതിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ 1 മാർക്കിൽ ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. അതിനൊന്നും ഒരു പേടിക്കുകയും വേണ്ട. ദെൻ മലയാളത്തിൽ എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇംഗ്ലീഷ് എഴുതുമ്പോഴായിരിക്കും ഈ സ്ട്രക്ചേർഡ് വെച്ച്, അതായത് ഹെഡിങ് ഒക്കെ എഴുതുമ്പോഴേ ഇന്റലിജൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും ഒക്കെ മിക്സ് ചെയ്ത് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അല്ലേ, നിങ്ങൾക്ക് എന്താണോ ഒരു കംഫർട്ട് അത് നോക്കി എഴുതുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ സൈക്കോളജിയിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് മെന്റൽ ഹെൽത്ത് ആണ്. അത് നമ്മുടെ നെക്സ്റ്റ് ഫാക്കൽറ്റി എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പോയി എക്സാം എഴുതാം കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഗുഡ് ഈവനിങ്. അപ്പം നമ്മുടെ 4ാമത്തെ പേപ്പറിൻ്റെ എക്സാം ആണ് വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഇയർ DHICയിൽ 4th പേപ്പറിൽ നമുക്ക് വരുന്നത് പ്രധാനമായിട്ടും 3 സബ്ജക്റ്റുകളാണ്: സോഷ്യോളജി, സൈക്കോളജി, മെൻ്റൽ ഹെൽത്ത്. അതിൽ സോഷ്യോളജിയും സൈക്കോളജിയും കൂടിയാണ് ഒരു 90% അല്ലെങ്കിൽ 90 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത് ആ ഒരു ഏരിയയിൽ നിന്നും. പിന്നെ വരുന്നൊരു 10 മാർക്കാണ് മെൻ്റൽ ഹെൽത്തിൽ നിന്ന് വരുന്നത്. നമുക്ക് ഒരു ഏരിയ ഒന്നും വിട്ട് കളയാൻ പാടില്ല. നമ്മൾ എല്ലാ ഏരിയയും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. അതിൽ തന്നെ വളരെ കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചിട്ട് 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. വളരെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. ടെക്സ്റ്റിലാണെങ്കിലും വളരെ കുറച്ച് പോർഷൻസേ പഠിക്കാനുള്ളൂ. എന്നാൽ നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയ ആണ്. അപ്പം പഠിച്ചാൽ അത് ഉറപ്പായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഏരിയ ആണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ മെൻ്റൽ ഹെൽത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്കിന് കണ്ടുവരുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്. ഇലക്ട്രിക് ഷോക്ക് തെറാപ്പി, അതായത് നമുക്കറിയാം ഇലക്ട്രിക് കൺവൾസീവ് തെറാപ്പി, നമ്മൾ ഷോക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ല, ഷോക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന ഇതൊരു 2 മാർക്കിന് സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഡിപ്രഷൻ. നമുക്കറിയാം ഡിപ്രഷൻ ഒരു രോഗമാണ്, ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ ഡിപ്രഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഹാലൂസിനേഷനും ഡിലൂഷനും. അപ്പോൾ നമ്മൾ ഓൾറെഡി സൈക്കോളജിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയ 2 പോർഷൻസ് ആണ് ഹാലൂസിനേഷനും ഡിലൂഷനും. അപ്പോൾ ഇത് 3ഉം 2 മാർക്കിനെന്നുള്ള രീതിക്ക് ഒരു 4-5 ലൈൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി വെച്ചിരിക്കണം. ഇത് മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഫൈനൽ നാപ്പ് എന്നുള്ള രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതെങ്കിലും വായിച്ചിട്ട് പോവുക. അതായത് ചാൻസസ് വളരെ കൂടുതലുള്ള ഏരിയാസ് ആണ് ഈ പറയുന്നത്. അടുത്തത് 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കോസസ് ഓഫ് മെൻ്റൽ ഇൽനെസ്. അതായത് മെൻ്റൽ ഇൽനെസ്സിൻ്റെ കോസസ് എന്തൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നോട്ട്സ് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അടുത്തത് മെൻ്റൽ ഹെൽത്ത് സർവീസസ്. അത് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിന് അണ്ടറിൽ വരുന്ന സർവീസസുകളും അല്ലാതെ മെൻ്റൽ ഹെൽത്തുമായിട്ട് സംബന്ധിച്ചിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതും അല്ലാതെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നതും ഹെൽത്ത് വർക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ സർവീസസിനെയും കുറിച്ചുള്ള ഒരു നോട്ടുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അടുത്തത് റോൾ ഓഫ് ഹെൽത്ത് വർക്കർ ഇൻ പ്രൊമോട്ടിംഗ് മെൻ്റൽ ഹെൽത്ത്. അത് ഈ മെൻ്റൽ ഹെൽത്ത് സർവീസിൻ്റെ അതിനകത്തും നമുക്ക് അതിൽ നിന്ന് കുറേ ഏരിയാസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ നോട്ട് ഓൾറെഡി തന്നിട്ടുള്ളതാണ്, അതുകൂടി ഒന്ന് വായിച്ച് നോക്കുക. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ്റലി ഹെൽത്തി പേഴ്സൺ. ഇതൊരു കാരണവശാലും മറന്നു പോകരുത്. ഇത് 5 മാർക്കിന് എല്ലാ വർഷവും നമ്മൾ ഷുവറായിട്ടും വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഒന്ന് വായിച്ച് നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നോക്കി വെച്ചിരിക്കണം. ഇപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ് ഞാൻ ഇച്ചിരി കൂടുതൽ സാധ്യത കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ്റൽ ഹെൽത്തി പേഴ്സൺ. ഇനിയിപ്പോൾ നമുക്കൊരു എസ്സേയിൽ ABC എന്ന് തരികയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെൻ്റലി ഹെൽത്തി പേഴ്സൺ. ഇനി ഹൗ ടു ഡെവലപ്പ് മെൻ്റൽ ഹെൽത്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഈ 5 ചോദ്യവും ഇപ്പോൾ നിങ്ങൾ മെൻ്റൽ ഹെൽത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി പഠിക്കാൻ എന്തായാലും ടൈമില്ല, ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് വെച്ചിരിക്കുക. മെൻ്റൽ ഹെൽത്ത് ആണ്, നമുക്ക് അർത്ഥം മനസ്സിലാക്കിയാൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻസും നമ്മുടെ ആ ഒരു PDF ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 2 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എസ്സേ ആയിട്ടും ചോദിക്കുക. പക്ഷെ ഒരൊറ്റ എസ്സേ ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല.
ABC എന്ന് തിരിച്ചാണ് തരുന്നത്. അപ്പം മെന്റൽ ഹെൽത്ത് ഡെഫിനിഷൻ ചോദിക്കും, ഇനി മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ചോദിക്കും, മെന്റൽ ഹെൽത്ത് സർവീസസ് ചോദിക്കും. അങ്ങനെ നമുക്കൊരു 1, 2, 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന ഒരു essay ആണ് കാണാറുള്ളത്. അപ്പൊ അതങ്ങനെ ഈ വന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. ഇത് മാത്രമേ വരുള്ളൂ എന്നല്ല, പക്ഷെ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇതാണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ വായിച്ചു വെച്ചിരിക്കണം. ഇനി ഈ മെന്റൽ ഹെൽത്തിന്റെ ഡെഫിനിഷൻ ഇതൊരു കാരണവശാലും മറന്നു പോകരുത്. ഇതിൽ ഈ ഹൈലൈറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഏരിയാസ് പഠിച്ചു വെക്കുക. കാര്യം അത് നമ്മുടെ മെന്റലി ഹെൽത്തി പേഴ്സണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പം ഏകദേശം ഇതിനോട് സാമ്യം വരുന്ന കാര്യങ്ങളാണ് വരുന്നത്. സോ ഇത് എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. നമ്മൾ മെന്റൽ ഹെൽത്തിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും ആദ്യം ഈ ഡെഫിനിഷൻ ആണ് എഴുതേണ്ടത്. ഇപ്പൊ 2 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇനി 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യം നമ്മൾ മെന്റൽ ഹെൽത്തിന്റെ ഈ പറയുന്ന ഡെഫിനിഷൻ വേണം. മെന്റൽ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ് in which an individual realizes his or her own abilities, can cope with the normal stress of life, can work productively, and is able to make contributions to his or her കമ്മ്യൂണിറ്റി. ഈ പറയുന്ന ഒരു ഡെഫിനിഷൻ ഒന്ന് വായിച്ച് അതിന്റെ മലയാള അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വിടാതെ ഈ 4 പോയിന്റ് ഇതിൽ നിന്ന് കിട്ടും. ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വാക്കുകളും നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചിട്ട് ഏത് ചോദ്യം ചോദിച്ചാലും അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഇതായിട്ട് എഴുതുക. എന്നിട്ട് ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വരി നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുന്ന മിസ്സിന് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. ഈ ഒരു essay എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു 10-20 പേജ് കഴിഞ്ഞിട്ടാണ് എഴുതി തുടങ്ങുന്നത്. ആ ഒരു ഏരിയയിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചറിനും ഇത് ഫുൾ ഇരുന്ന് വായിച്ചു നോക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫ്രണ്ടിൽ എഴുതിയതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഓൾറെഡി ഒരു പ്രീ ജഡ്ജ് ചെയ്തിരിക്കുന്ന ടീച്ചർ തെറ്റ് വന്നിട്ടുള്ള കുട്ടി എന്നുള്ള രീതിയിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു രീതിയിലായിരിക്കും ആ essay കൂടി കാണുക. അപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് അതിൻ്റെ ഒരു വാലിഡിറ്റി അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് വായിച്ചു നോക്കാൻ എന്തായാലും നിൽക്കത്തില്ല. അപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുക. അതിനാണ് ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെന്റലി ഹെൽത്തി പേഴ്സൺ. ഇതിൽ 4 പോയിന്റ്സേ പറയുന്നുള്ളൂ. പക്ഷെ നമ്മളൊരു 5 മാർക്കിന് ചോദിച്ചാൽ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യുകയും വേണം, അതിന്റെ ഡെഫിനിഷൻ എഴുതണം. അപ്പോൾ 1 മാർക്ക് വിടാൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഏതൊക്കെയാണ്? ഹി ഫീൽസ് കംഫർട്ടബിൾ അബൌട്ട് ഹിംസെൽഫ്, ദ മെന്റലി ഹെൽത്തി പേഴ്സൺ ഫീൽസ് റൈറ്റ് ടുവേർഡ്സ് അതേഴ്സ്, ദ മെന്റലി ഹെൽത്തി പേഴ്സൺ ഈസ് ഏബിൾ ടു മീറ്റ് ദ ഡിമാൻഡ്സ് ഓഫ് ലൈഫ്, he is not bowled over by his own emotions of fear, anger, love or guilt. ഇത് 4ഉം നമ്മുടെ കെ പാർക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ട്രൂ ഓർ ഫോൾസ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ എന്തായാലും ഈ 4 സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് വായിച്ചു വെച്ചിരിക്കുക. ഇതിൽ ഈ നോട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നോട്ട് ഉണ്ടെന്നുള്ളത് ഒന്ന് വായിച്ച് ഉറപ്പ് വരുത്തി വെച്ചിരിക്കുക. ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് നോട്ട് ഇല്ലാതെ ആയിരിക്കും തരുന്നത്. അപ്പോൾ അത് ഫോൾസ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ട് ഈ 4 സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കണം. ഇനി ഇത് 5 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മുടെ ഡെഫിനിഷൻ എഴുതുക, അത് കഴിഞ്ഞിട്ട് ഈ 4 പോയിന്റ് എഴുതുക. ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മെന്റൽ ഇൽനെസ്സസ് എന്ന് പറയുന്നത്. മെന്റൽ ഇൽനെസ്സിനെ നമ്മൾ പ്രധാനമായിട്ടും 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, മേജറും മൈനറും. ഇതിൽ ഈ മേജർ തന്നെ 3 എണ്ണം ഉണ്ട്. ഈ 3നെയും കൂടി നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് സൈക്കോസിസ്. ആ സൈക്കോസിസ് 3 എണ്ണം ഉണ്ട്. ഒന്ന് സ്കീസോഫ്രീനിയ, നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, നമ്മുടെ മണിച്ചിത്ര താഴിൽ സിനിമയിൽ കാണിക്കുന്ന ഗംഗയുടെ റോള്, അതാണ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. അതൊരു ഹെറിഡിറ്ററി ഡിസോർഡർ ആണ്. അത് ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി അടുത്തത് മാനിയാക് ഡിപ്രസീവ് സൈക്കോസിസ്, അതും നമുക്കറിയാം. അതായത് മാനിയ തൊട്ട് ഡിപ്രഷൻ വരെ ഒരു എക്സ്ട്രീം പീക്ക് ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അവരുടെ പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് മാനിയാക് ഡിപ്രസീവ് സൈക്കോസിസ് എന്ന് പറയുന്നത്. അടുത്തത് പാരനോയ. പാരനോയ നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സ്ട്രീം ആയിട്ടുള്ള സസ്പീഷൻ, സംശയമാണ്. അത് നമ്മുടെ വടക്ക് നോക്കി യന്ത്രം സിനിമയിൽ ശ്രീനിവാസൻ കാണിക്കുന്ന ഒരു രോഗം. അതായത് എല്ലാത്തിനും എപ്പോഴും സംശയമാണ് അവർക്ക്. അങ്ങനെയുള്ളൊരു അസുഖമാണ് പാരനോയ. ഇത് 3ഉമാണ് മേജർ ആയിട്ടുള്ള ഇൽനെസ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത്, നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മേജർ മെന്റൽ ഇൽനെസ് എക്സെപ്റ്റ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇത് 3ഉം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ 4ാമത് കൊടുത്തിരിക്കുന്ന ഏതാണോ അതിനെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് അതേപോലെ ഏതൊക്കെയാണ് മേജർ ഏതൊക്കെയാണ് മൈനർ എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു വരി വീതം നമുക്ക് എഴുതാനും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ എത്രയാകുമ്പോൾ തന്നെ ആ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് കിട്ടും. ഇനി നമുക്ക് മൈനർ ഇൽനെസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ന്യൂറോസിസ് ഓർ സൈക്കോ ന്യൂറോസിസ്,
പിന്നെ പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ ഡിസോർഡേഴ്സ്. ഇത് രണ്ടും മൈനർ ആയിട്ടുള്ള രോഗങ്ങളാണ്. അപ്പോൾ ഈ 5 ഡിസീസിനെയും കുറിച്ചും ഓരോ പേരും നമുക്ക് എഴുതാൻ അറിയണം. ഇതിൽ മേജർ ഏതാണ് മൈനർ ഏതാണെന്ന് അറിയണം. പിന്നെ നമുക്ക് ആദ്യം ഒരു ഡെഫിനിഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് പോലും പോകാതെ 5 മാർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ചിലപ്പോൾ എസ്സേയുടെ കമ്പണൻ്റ് ആയിട്ടോ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മെന്റൽ ഹെൽത്ത് സർവീസസ്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കിട്ടുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്നത്. 1982 ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഇതിൻ്റെ ഒരു മേജർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോർ കമ്പണന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ആണ് ഇതിൻ്റെ ഒരു കോർ കമ്പണന്റ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഏതാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും അത് ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെന്റൽ ഹെൽത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ എന്തായാലും നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഇത്രയും ചോദ്യങ്ങൾ കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് റോൾ ഓഫ് ഹെൽത്ത് വർക്കർ എന്ന് പറയുന്നത്. അതായത് മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും പ്രൊമോട്ട് ചെയ്യുന്നതിലും അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് പ്രിവെന്റ് ചെയ്യുന്നതിലും ആ ഒരു മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് വർക്കറിന്റെ റോൾ ഓഫ് ഹെൽത്ത് വർക്കർ ഇൻ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊരു 5 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെയും ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മാത്രമേ വരുള്ളൂ എന്നല്ല, പുറത്തുനിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു ഫൈനലായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് നിമിഷത്തിൽ ഒന്ന് വായിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതാണ് വായിക്കേണ്ടതെന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഇതെന്തായാലും വായിക്കുക. ബാക്കിയുള്ളത് വായിക്കേണ്ടെന്നല്ല, ഇതെന്തായാലും വായിക്കുക, ബാക്കിയുള്ളത് കൂടി വായിക്കാൻ നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഈ പരീക്ഷയും നന്നായിരിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ നമ്മൾ തന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പം അതേപോലെ ഇപ്പം നമ്മൾ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരട്ടെ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. എല്ലാവർക്കും ഇപ്പോൾ ഒരു നല്ല ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.